കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 11ാമത്തെ ശ്ലോകം കഴിഞ്ഞാൽ നിർത്തിയത്. ഇനി 12ലും ഈ മഹിഷാസുരനുമായുള്ള ഈ യുദ്ധത്തിൽ ദേവി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ദേവന്മാരെ സ്തുതി തുടരുകയാണ്. അതാണ് 12 വായിക്കാം. ഈഷസഹാസമമലം പരിപൂർണചന്ദ്രബിംബാനുകാരി കനകോത്തമകാന്തികാന്തം അത്യദ്ഭുതം പ്രഹൃതമാത്തരുഷാ തഥാപി വക്ത്രം വിലോക്യ സഹസാ മഹിഷാസുരേണ. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാട്ടോ. തവ വക്ത്രം വിലോക്യ, അതായത് ഭഗവതിയുടെ അത്ര ശ്രീമത്തായിട്ടുള്ള ആ മുഖം കണ്ടിട്ട് മഹിഷാസുരേണ ആത്തരുഷ സഹസ പ്രഹൃതം ഇതീയത്. മഹിഷാസുരൻ ഭഗവതിയുടെ അതിമനോഹരമായിട്ടുള്ള മുഖം കണ്ടിട്ട് മഹിഷാസുരൻ ഭഗവതിയുടെ വലിയ കോപത്തോടെ മുമ്പിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ആയുധം പ്രയോഗിച്ചത് വിചാരിച്ചാൽ തത് അത്യദ്ഭുതം, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. എന്താച്ചാൽ ഒരു സാധാരണ മുഖമല്ല ഭഗവതിരെ. ഈഷസഹാസം, ഇത്ര ആകർഷകമായിട്ട് മന്ദഹസിക്കുന്ന ആ സുന്ദര മുഖത്തിന് നേരെ ആർക്കാണ് ഒരായുധം പ്രയോഗിക്കാൻ തോന്നുക? അതുകൊണ്ടാണ് അത്യത്ഭുതം. ഈഷസഹാസം അത്ര ആകർഷകമാണ് ഭഗവതിയുടെ മന്ദഹാസം, അത്ര മനോഹരമാണ് വക്ത്രം, മുഖം. അങ്ങനെ മനോഹരമായി മന്ദഹസിക്കുന്ന ദേവിയെ ആയുധം എടുത്തിട്ട് ആക്രമിക്കാൻ സാധാരണ ഒരാൾക്ക് തോന്നൂ. അതുകൊണ്ടാണ് അത്ഭുതം എന്ന് പറഞ്ഞത്. മാത്രമല്ല എത്ര ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. പരിപൂർണ ചന്ദ്രബിംബാനുകാരി, അതും പൗർണമി ചന്ദ്രനെ പോലെ. അതാണ് പരിപൂർണ ചന്ദ്രബിംബം. പൗർണമി ചന്ദ്രനെ പോലെ കുളിർമയുള്ള, എന്താ പറയുക, വെണ്ണിലാവ് പോലെ ശോഭയോടുകൂടിയ ഇന്ദുമുഖിയാണ് ദേവി. ചന്ദ്രനാണെങ്കിൽ കളങ്കണ്ടെന്നെങ്കിലും പറയാം അല്ലേ? ദേവിക്ക് കളങ്കമില്ല. അമലം, അതാണ് പറഞ്ഞത്. അമലാണ്, നിഷ്കളങ്കം, പരിശുദ്ധം, മലമില്ല. അമലം ചെന്ത മലമില്ലാത്ത പരിശുദ്ധം. അതിനും പുറമെ കനകോത്തമ കാന്തികാന്തം, മിന്നുന്ന പൊന്നുകൊണ്ട് തീർത്ത കിരീടവും മറ്റാഭരണങ്ങളും അണിഞ്ഞ് വിളങ്ങണ ആയിട്ടുള്ള ആ തഥാ അഭി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ദേവിയുടെ നേർക്ക് ആയുധം പ്രയോഗിക്കാൻ തോന്നിയതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ പറയണത്. യുദ്ധം കഴിഞ്ഞ് മഹിഷാസുരൻ വധിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ ഇവർ സ്തുതിക്കണത്. അപ്പോൾ പറയാണ്, ഇവർ കണ്ടു ആ ദേവി ആദ്യം മഹിഷാസുരനെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ദേവിയാണ് പറയണത് കേട്ടോ. മഹിഷാസുരനെ ആക്രമിക്കാൻ തോന്നിയത് അത്ഭുതമാണ്. അത്ര അതിസുന്ദരിയായിട്ട് പൂർണ്ണചന്ദ്രനെ പോലെ വെണ്ണിലാവ് പോലെ ശോഭയുള്ള മുഖത്തോടു കൂടി ആകർഷകമായി മന്ദഹസിച്ചുകൊണ്ട് പരിശുദ്ധവും പിന്നെയോ മിന്നുന്ന പൊന്നുകൊണ്ട് തീർത്ത കിരീടവും ആഭരണങ്ങളും അണിഞ്ഞിങ്ങനെ അത്ര അധികം സൗന്ദര്യോത്തരതോപി സുന്ദരതരം തന്നെ പറയണം. അത്ര സുന്ദരിയായിട്ടുള്ള ഭഗവതി നേർക്ക് ആയുധം പ്രയോഗിക്കാൻ തോന്നണമെങ്കിൽ അത് വല്ലാത്ത അത്ഭുതമാണ്. അതിനൊന്നാണ് നമുക്ക് പറയാനുള്ളൂ എന്നാണ്. എന്താ അറിയോ? മഹിഷാസുരൻ്റെ പാപത്തിൻ്റെ ശക്തി അത്രേ പറയുള്ളൂ. ജഗന്മോഹിനിയല്ലേ ദേവി. അതായത് ചെറിയ മന്ദഹാസത്തോടു കൂടി മനോഹരവും പരിശുദ്ധവും നിഷ്കളങ്കവും പൂർണ്ണചന്ദ്രൻ ബിംബത്തിനെ അനുകരിക്കുകയാണോ എന്ന് തോന്നുമാറുള്ള ശോഭയോട് കൂടിയിട്ടുള്ള തനിത്തങ്കത്തിൻ്റെ കാന്തിയോട് കൂടിയിട്ടുള്ള ആ ഭഗവതിയുടെ മുഖം കണ്ടിട്ട് പെട്ടെന്ന് കോപം വന്നിട്ടൊരു മഹിഷാസുരൻ ദേവിയെ ആക്രമിച്ചത് അത്യത്ഭുതം തന്നെയാണ്. സാധാരണ ദേവിയുടെ മുഖം കണ്ട ജഗന്മോഹിനിയാണ് ദേവി അല്ലേ?
ദേവിയുടെ ഈ മുഖം കണ്ടാൽ കാമക്രോധാദികളൊക്കെ ശരിക്ക് ഉരുകിപ്പോവും, മെൽറ്റ് ചെയ്യും. കാമക്രോധാദികളിൽ സാധാരണക്കാർക്കൊക്കെ ആ ദേവിയുടെ ഇത്ര ജഗന്മോഹിനിയായിട്ടുള്ള ദേവിയുടെ മുഖം കണ്ടാൽ സാധാരണ ആർക്കും അവനവൻ്റെ ഉള്ളിൽ ഇനി കാമക്രോധാദികൾ ഉണ്ടെങ്കിൽ പോലും അത് മുഴുവൻ ഉരുകിപ്പോവും, മനസ്സും ബുദ്ധിയും പരിശുദ്ധാവും. എന്നിട്ട് ജ്ഞാനോദയം തന്നെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ മഹിഷാസുരന് ഇതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആക്രമിക്കുകയും ചെയ്തു ആയുധം കൊണ്ട്, അല്ലേ? ആക്രമിക്കാൻ പോയി, മുമ്പിട്ട് വന്നു, അഭിമുഖമായിട്ട് വന്നു. ആ മഹിഷാസുരൻ്റെ പാപത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരാൾക്കും തോന്നില്ല, എന്തെങ്കിലും മനസ്സിന് ചിത്തത്തുണ്ടെങ്കിൽ അതില്ലാതെയായി പരിശുദ്ധാവുക ചെയ്യുക ദേവിയെ കണ്ടാലേ. അതാണ് പാപത്തിൻ്റെ ശക്തി. ദുഷ്കൃതം ചെയ്തിട്ടുള്ള ഒരു ജന്മമാണ്, കിട്ടിയൊരു ജന്മമാണ് ദുഷ്കൃതത്തിൻ്റെ ഫലം അനുഭവിക്കുക. അതുകൊണ്ടാണ് ഈഷസഹാസമലം പരിപൂർണ ചന്ദ്ര ബിംബാനുകാരി കനകോത്തമകാന്തികാന്തം അത്യദ്ഭുതം പ്രഹൃതമാത്തരുഷാ തഥാപി, രൂഷ പറഞ്ഞ ദേഷ്യം, തഥാപി വക്രം വിലോക്യ സഹസാ മഹിഷാസുരേണ. അത്യദ്ഭുതം തന്നെയാണ് ഇങ്ങനെ മഹിഷാസുരനെ ദേവി ആക്രമിക്കാൻ തോന്നിയത് എന്ന് പറയാൻ കേട്ടോ. ഇനി നമുക്ക് 13 ചെയ്യാം. 13 വായിക്കാം. ദൃഷ്ട്വാപി ദേവി വദനം ഭൃഗുഡീകരാളമുദ്യച്ഛശങ്ക സദൃശച്ഛവിയന്ന സദ്യ പ്രാണാൻ മുമോച മഹിഷസ്തദീവ ചിത്രം കൈർജീവ്യതെമ്പ കുപിതാന്തകദർശനേന. ഇനി മറ്റൊരു അത്ഭുതം പറയാണ്. എന്താ അറിയോ? ആദ്യം ഇത്ര വളരെ ജഗന്മോഹിനിയായിട്ട് അതിസുന്ദരിയായിട്ട് മന്ദഹസ്തയുള്ള ദേവിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മഹിഷാസുരനെ ആക്രമിക്കാനാണ് വന്നപ്പോൾ എന്താ ഉണ്ടായത്? കോപം കൊണ്ട് മുഖം ഭയാനകമായി. എന്നാൽ അത് കണ്ട് ഭയന്ന് ഉടനെ മഹിഷാസുരൻ്റെ പ്രാണൻ പോവാത്തത് പേടിച്ചിട്ട് പ്രാണൻ പോകേണ്ടതാണ്. പേടിച്ച് വിറച്ചിട്ട് ആ പ്രാണൻ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു. അത്ര ഭയാനകമാണ് ദേഷ്യം വന്നപ്പോൾ. അതും അത്ഭുതമാണെന്ന്. അപ്പോൾ മഹിഷാസുരൻ്റെ പ്രാണൻ പോവാത്തതും അത്ഭുതമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരമായിട്ടുള്ള ദേവിയുടെ മുഖം എന്ന് പറഞ്ഞുല്ലോ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളത് പറഞ്ഞു. ഇപ്പം യുദ്ധം തുടങ്ങിയപ്പോഴോ അപ്പം ദേവിയുടെ മുഖം എങ്ങനെയാ? ദേവി കുപിതം ഭൃഗുഡീകരാളം. അപ്പം അങ്ങോട്ട് ദേവിക്ക് ദേഷ്യം വന്നിട്ട് പുരികക്കൊടികളൊക്കെ വളഞ്ഞ് ഭയാനകമായി നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്ര പേടിയാവും. ഉദ്യച്ഛശാങ്ക സദൃശച്ഛവി, ഉദിച്ചു വരുന്ന ചുവന്ന നിറമുള്ള ആ ചന്ദ്രബിംബത്തിൻ്റെ പോലെ, അതായത് കോപം കൊണ്ട് ദേവിയുടെ മുഖം അങ്ങോട്ട് ചുവന്നു. പിന്നെയോ പിരികൊക്കെ വളഞ്ഞു. ദൃഷ്ട്വാതു, അത് കണ്ടിട്ടും ആ അതിഭയാനകമായിട്ടുള്ള മുഖം കണ്ടിട്ടും മഹിഷ സദ്യ പ്രാണൻ മുമോച, അവൻ അപ്പം തന്നെ പ്രാണൻ വെടിഞ്ഞില്ലല്ലോ. തദ് യദ് തദ്, അതും എന്താ അതീവ ചിത്രം ഹി, അത്യത്ഭുതം തന്നെ. എന്താ വെച്ചാൽ കുപിതാന്തക ദർശന കൈ ജീവിയതേ. കോപം വന്നിട്ടുള്ള മരണത്തിന് അന്തകനെ കൊല്ലാൻ വരുന്ന ആളാണല്ലോ അന്തകൻ. കോപിച്ച് കൊല്ലാൻ വരുന്ന അന്തകൻ്റെ ദർശനം ഉണ്ടായാൽ സാധാരണ ആർക്കാണ് ജീവനോടുകൂടി ഇരിക്കാൻ കഴിയുക? അത് കാണുമ്പോൾ തന്നെ പ്രാണൻ പോവും. കോപിച്ച് നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളെ കണ്ടാൽ പേടിച്ചിട്ട് തന്നെ പോവുമല്ലോ. അതായത് അപ്പം യമദൂതന്മാരെ കണ്ടാൽ തന്നെ സാധാരണക്കാർക്കൊക്കെ ഭയം വരുന്നു. നമ്മൾക്ക് അജാമിളൻ്റെ കഥയൊക്കെ ഉണ്ടല്ലോ, അതെ അല്ലേ? അപ്പം ശരിക്കും യമൻ തന്നെ വന്നാലോ, യമരാജനെ തന്നെ കണ്ടാലോ? അപ്പോൾ ഇതിലെന്താ പറഞ്ഞാൽ ശരിക്കും എന്താ തന്നെ ഒരു ഇതെച്ചാൽ അർത്ഥം വെച്ചാൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഭഗവതി എന്താ മൃത്യുസ്വരൂപിണിയായിട്ട് വന്നു. അന്തകൻ അതായത് മൃത്യുവായിട്ട് വന്നേ. എന്നിട്ടും മഹിഷാസുരൻ്റെ പ്രാണൻ പോയില്ല. അതായത് മഹിഷാസുരന് ആ ഭയാനക രൂപം മൃത്യുസ്വരൂപിണിയായിട്ട് ദേവി വന്നപ്പോഴും അല്ലെങ്കിൽ
യുദ്ധം തുടങ്ങിയപ്പോൾ അങ്ങനെയായി മാറി ദേവി, ഭയാനകമായിട്ടുള്ള മൃത്യുസ്വരൂപിണിയായി മാറിയിട്ടും മഹിഷാസുരന് പ്രാണൻ വെടിയാൻ തക്കമുള്ള പേടി തോന്നിയില്ല. നമുക്കൊക്കെ സാധാരണക്കാർക്ക് തോന്നും, പക്ഷേ ഇത്ര ഭയാനകമായിട്ടുള്ള മൃത്യുസ്വരൂപിണിയായിട്ട് ഭഗവതി കണ്ടപ്പോഴും മഹിഷാസുരന് പ്രാണൻ വെടിയാൻ തക്കവണ്ണമുള്ള പേടി തോന്നിയില്ല എന്നുള്ളതും അത്യത്ഭുതമാണ്. മനോഹരമായ മുഖം കണ്ടിട്ട് ആയുധം കൊണ്ട് ആക്രമിക്കാൻ തോന്നി എന്നുള്ളതൊരു അത്ഭുതം. അപ്പോഴും മനസ്സിൻ്റെ ചീത്തത്തൊന്നും കാമക്രോധാദികളൊന്നും അലിഞ്ഞു പോയില്ല, ഉരുകിപ്പോയില്ല, മനസ്സ് പരിശുദ്ധമായില്ല, എന്നിട്ടും ആക്രമിക്കാൻ തോന്നിയത് ഒരത്ഭുതം, വലിയ അത്യത്ഭുതം. അതുപോലെ തന്നെ വേറൊരു അത്യത്ഭുതമാണ് എന്ത്, യുദ്ധം തുടങ്ങിയപ്പോൾ ഭഗവതിയുടെ ഭാവമൊക്കെ മാറി ഭയാനകമായ മൃത്യുസ്വരൂപിണിയായിട്ടാണോ അല്ലേ പറഞ്ഞില്ലേ, പിരികൊക്കെ ചുളിഞ്ഞ് ചുമന്ന മുഖമായി പേടിയവും ശരിക്കും അന്തകനെ പോലെ, കൊല്ലാൻ വരുന്ന അന്തകനെ പോലെ മൃത്യുസ്വരൂപിണിയായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പേടി തോന്നിയാണ്ട് പിന്നെയും കുറേ നേരം യുദ്ധം ചെയ്തു അല്ലേ. അപ്പം അതും വേറൊരു അത്യത്ഭുതമാണ് എന്നാണ് അപ്പോൾ ഈ സ്തുതിയിൽ പറയുന്നത് കേട്ടോ. 13 വായിക്കാം, എന്നിട്ട് 14. ദൃഷ്ട്വാപി ദേവി വദനം ഭൃഗുടീകരാളമുദ്യച്ഛശങ്കസദൃശച്ഛവി എന്ന സദ്യ പ്രാണാൻ മുമോച മഹിഷസ്തദീവ ചിത്രം കൈർജീവ്യതെമ്പ കുപിതാന്തകദർശനേന. അതായത് ഈ ഉദിച്ചുയരുന്ന ചന്ദ്രൻ്റെ കുളിർമ പോലുള്ള മുഖം എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഒരു ഉപമ പറഞ്ഞത്. ഇതിൽ ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ ചുവന്ന നിറമാണ് പറയുന്നത്. അതായത് കോപം വരുമ്പോൾ ചോക്കുമല്ലോ. മറ്റേലെ പ്രസന്നമായിട്ടുള്ള ആ നിലാവിൻ്റെ ശോഭ. ഇതിൽ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ചുവപ്പ് കളറ് കോപത്തിനെയാണ് കാണിക്കുന്നത്. രജസ്സാണല്ലോ കോപം ഒക്കെ. അപ്പോൾ അതാണത് രണ്ടിലും ചന്ദ്രൻ തന്നെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ 2 തരത്തിലുള്ള പിന്നെ വിശേഷങ്ങളാണ് എടുത്തത് അല്ലേ. ആദ്യത്തേൽ നല്ല നിലാവ്, കുളിർമ നിലാവ് പോലുള്ള മുഖം എന്ന് പറഞ്ഞു. പിന്നത്തേൽ ദേഷ്യം കൊണ്ട് ചുമന്ന മുഖം, ചന്ദ്രൻ ഉദിക്കുമ്പോഴത്തെ ആ ചുവപ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി 14 വായിക്കാം. ദേവി പ്രസാദ പരമാ ഭവതി ഭവായ സദ്യോ വിനാശയതി കോപവതി കുലാനി വിജ്ഞാതമേതധുനൈവ യദസ്തമേതന്നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ. 14 എന്താ, ദേവി എങ്ങനെയാണ് പ്രസാദപരമാ ഭവതി സദ്യ ഭവായ ഭവതി. ഭഗവതി പ്രസാദിച്ച് അനുഗ്രഹിക്കാൻ ഉള്ള കാരുണ്യം ഉണ്ടായാൽ ഉടൻ തന്നെ ആ ഭക്തൻ്റെ മംഗളകാരിണിയായിത്തീരും. അതായത് ഭഗവതിക്ക് ഭക്തൻ്റെ ഭക്തി കൊണ്ട് ഭഗവതി പ്രസാദിച്ചു വെച്ചാൽ എന്താ അറിയുക, ഈ ഇഹപര സുഖങ്ങൾ മാത്രമല്ല പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ തന്നെ ഭഗവതി നൽകുന്നു. അതായത് ഭക്തൻ്റെ ഭക്തി കൊണ്ട് ഭഗവതി എപ്പോൾ പ്രസാദിക്കണോ, അല്ലെങ്കിൽ ഒരു സാധകൻ്റെ ഭക്തി കൊണ്ട് ഭഗവതി പ്രസാദിച്ചാൽ നമുക്ക് ഇഹപരസുഖങ്ങൾ മാത്രമല്ല ഭഗവതി തരിക. എന്താ തരിക, ഇഹപരസുഖങ്ങളൊക്കെ തന്നതിന് ശേഷം പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ തന്നെ നൽകും. അങ്ങനെയാണ് ഭഗവതി. പക്ഷെ മറിച്ചായാലോ, കോപവതി ഭവതി സദ്യ കുലാനി വിനാശയതി. എന്നാ ഭഗവതി ഇതുപോലെ മഹിഷാസുരനെ പോലെ വല്ലവരും ഭഗവതിയെ കോപിപ്പിച്ചാലോ, ഭഗവതി കോപിച്ചാൽ എന്താ ഉണ്ടാവുക, അപ്പം തന്നെ ദുഷ്ടശത്രുക്കളെ മാത്രമല്ല അവരുടെ വംശം തന്നെ നശിപ്പിക്കും. ഏതത് അധുന ഏവ വിജ്ഞാനം. ഞങ്ങൾക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ദേവന്മാർ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഭഗവതിന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എങ്ങനെ മനസ്സിലാവാൻ കാരണം എന്താ അറിയോ, യത് മഹിഷാസുരസ്യ സുവിപുലം ഏതത് ബലം അസ്തം നീതം. മഹിഷാസുരൻ്റെ ആ വിപുലമായിട്ടുള്ള അത്ര വലിയ സൈന്യത്തിനെ മുഴുവൻ നാമാവശേഷമാക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ,
ആ പേര് മാത്രമേ ഇനി ഉള്ളൂ. അത് ആ സൈന്യത്തിൽ ഒരാളും ഇല്ല. സകലരെയും കൊന്നു, വംശം തന്നെ നശിപ്പിച്ചു. ആ സൈന്യത്തിൽ അതായത് സേനാനായകന്മാരെയും യുദ്ധം ചെയ്യണ എല്ലാവരെയും അവരുടെ വംശത്തിനെ മുഴുവൻ നശിപ്പിച്ചു. അതിപ്പോൾ കണ്ടുല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. അത് മാത്രമല്ല അസുരന്മാരുടെ ദുഷ്ടതയിൽ ആണോ അതല്ലോ, അസുരന്മാരുടെ ദുഷ്ടതയിൽ കോപം പൂണ്ടിട്ട് അവരുടെ കുലത്തിനെ മുഴുവൻ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ദേവന്മാരുടെ ഭക്തിയിൽ പ്രീതി പൂണ്ട് അവർക്ക് സകല ഐശ്വര്യങ്ങളും മംഗളങ്ങളും നൽകി അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ചു നൽകി അല്ലേ. അതായത് മഹിഷാസുരൻ്റെ സൈന്യത്തെ നശിപ്പിച്ചതിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ത്, ദേവി പ്രസാദിച്ചാൽ ഞങ്ങൾക്ക് നൽകുന്ന പോലെ എല്ലാ മംഗളങ്ങളും തരുമെന്നും കോപിച്ചാൽ കുലങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഞങ്ങൾക്കിപ്പോഴാണ് ശരിക്കും ബോധ്യമായത്. അതായത് പക്ഷെ ഒന്നും കൂടി നമുക്കിവിടെ പറയേണ്ടതുണ്ട് കേട്ടോ. ഭക്തജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ ദേവി കോപം പൂണ്ട് വരുള്ളൂ. ഭക്തജനങ്ങളെ ഉപദ്രവിച്ചാൽ ദേവിക്ക്, എന്നിട്ട് ഭക്തജനങ്ങളെ വളരെ കഷ്ടപ്പെട്ടാൽ ദേവി സഹിക്കില്ല. അപ്പം ദേവിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ആരാണ് ഈ ദുഷ്ടന്മാർ, അവരെ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് മംഗളകാരിണിയായിത്തീർന്നു അങ്ങ്. നിന്തിരുവടി ഞങ്ങൾക്ക് മംഗളകാരിയായിത്തീർന്നു. മാത്രമല്ല ഞങ്ങളെ ഉപദ്രവിച്ച ഈ അസുരന്മാരെ ദേവി നാമാവശേഷമാക്കി തീർക്കും ചെയ്തു. അതിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേവി പ്രസാദിച്ചാൽ ഭക്തന്മാരുടെ ഭക്തി കൊണ്ട് എപ്പോൾ പ്രസാദിക്കണോ അവർക്ക് ഇഹപര സുഖങ്ങളും പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം നൽകുന്നും. ദേവി കോപിച്ചാൽ ഭക്തജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് കോപിക്കുള്ളൂ. അങ്ങനെ കോപിച്ചാൽ ദുഷ്ടന്മാരുടെ വംശനാശം തന്നെ നടത്തുന്നു ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അതായത് കോപം നമ്മൾ ഭക്തി കൊണ്ട് ദേവിയെ ആശ്രയിച്ചാൽ ദേവി എന്നും സൗമ്യവും സാത്വികമാണ്. നമുക്ക് പേടിക്കാനേ ഇല്ല. ആരാണ് ദേവിയെ ആശ്രയിക്കണേ, ആരാണ് ഭക്തിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കണേ, അവരുടെ മുമ്പിൽ ഭഗവതി എന്നും സൗമ്യം സാത്വികയാണ്. പക്ഷേ നമ്മളിപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും പറയണ്ട. നമ്മളെ വേദനിപ്പിക്കണമെന്ന് കണ്ടാൽ നമ്മുടെ പ്രാർത്ഥന ഇല്ലാതെ തന്നെ ദേവി ആ ഭക്തന്മാരെ ആരാണ് ഉപദ്രവിക്കണേ അവരെ ദേവി നശിപ്പിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അവരുടെ മുമ്പിൽ ദേവി രജോ ഗുണം ഒക്കെ ആ രാജസിക് ആസ്പെക്റ്റൊക്കെ എടുത്ത് അവരെ കൊല്ലും. പക്ഷേ നമ്മളുടെ മുമ്പിൽ എപ്പോഴും സത്വഗുണസ്വരൂപിയാണ്, സൗമ്യാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് 14 പറഞ്ഞത്. ഇനി നമുക്ക് 15 കൂടിയും ചെയ്യാം കേട്ടോ. ദേവി പ്രസാദ പരമാ ഭവതി ഭവായ സദ്യോ വിനാശയതി, പെട്ടെന്ന് നശിപ്പിച്ചു, ഒരു വിഷമമില്ലാണ്ട് അല്ലേ. കോപവതി കുലാനി, കുലത്തിനെ നശിപ്പിച്ചു കോപവതിയായിട്ട്. വിജ്ഞാതമേതധുനൈവ, ഇപ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലായുള്ളൂ, ആ അറിവുണ്ടായുള്ളൂ അങ്ങനെയാണ് ദേവീന്ന്. യതസ്തമേതന്നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ, മഹിഷാസുരൻ്റെ ഇത്ര വലിയ സൈന്യത്തിനെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി ഞങ്ങളെ രക്ഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദേവി പ്രസാദിച്ചാൽ മംഗളകാരിണിയായി തീരുമെന്നും കോപിച്ചാൽ സർവനാശത്തിന് കാരണമാകുമെന്നും ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി 15 ഞാൻ വായിക്കാം, അതും കൂടി ചെയ്യാം. തേ സമ്മതാ ജനപദേഷു ധനാനി തേഷാം യശംസി ന ച സീദതി ബന്ധുവർഗഃ ധന്യാസ്ത ഏവ നിഭൃതാത്മജഭൃത്യധാരാ യേഷാം സദാഭ്യുദയദാ ഭവതി പ്രസന്ന. ഇനി ദേവി പ്രസാദിച്ചാൽ മംഗളകാരിണിയായി തീരുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെ നമുക്ക് തരികയെന്നാണ് പറയണത്. എല്ലാം തരുന്ന, അതായത് ഇഹലോകത്തെ പരലോകത്തെ സുഖങ്ങൾ മാത്രമല്ല എല്ലാം തരും. അതാണ് പറയണത്. 3 ശ്ലോകങ്ങളിൽ കേട്ടോ, നമ്മൾ ഇന്നൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ശ്ലോകത്തിൽ. അതായത് ദേവി പ്രസാദിച്ചാലത്തെ ഫലങ്ങളാണ് ഇനി 3 ശ്ലോകങ്ങളിൽ ഈ ദേവന്മാരെ സ്തുതിച്ച് പറയണത്. യേഷാം ഭവതി പ്രസന്ന അഭ്യുദയത,
ആരുടെ പേരിലാണ് പിന്നെ ദേവി എപ്പോഴും ദേവി പ്രസന്നയും അവർക്ക് അഭ്യുദയം നൽകുകയും അഥവാ അഭിവൃദ്ധിദായിനിയുമാകുന്നത് തേ ജനപദേഷു, അതായത് ആരുടെ നേരെയാണ് ദേവി പ്രസാദിക്കണത്, അവർക്ക് നന്മ നൽകുന്നത് അവരുടെ തേ ജനപദേഷു സമ്മതാഹ, അവർ ജനങ്ങളുടെ ഇടയിൽ നല്ല ബഹുമാനിതനാവും. അതും ഒരു ഭാഗ്യമാണല്ലോ, ജനങ്ങളുടെ ഇടയിൽ സർവ്വസമ്മതനാവണത് ഭാഗ്യമല്ലേ. അപ്പം ആരുടെ നേരെയാണ് ദേവി പ്രസാദിച്ചിട്ട് അവർക്ക് അഭ്യുദയവും അഭിവൃദ്ധിയൊക്കെ നൽകണ, അവർ ജനസമ്മതിയും നേടും. അതാണ് അവർ ജനങ്ങളുടെ ഇടയിൽ ബഹുമാനിതരാകും. അതാണ് ജനപദേഷു സമ്മതാഹ പറഞ്ഞ്. പിന്നെയോ തേഷാം ധനാനി, ഇനി അത് മാത്രമല്ല, അവർക്ക് ഈ ഭൗതിക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ധനവും ധാരാളം നൽകും. തേഷാം യശാംസി, പോരാ കീർത്തിയും അവർക്കുണ്ടാക്കും. തേഷാം ബന്ധുവർഗം ച ന സീതതി, അവരുടെ ബന്ധുജനങ്ങൾക്കും ദോഷങ്ങളും ക്ലേശങ്ങളും ഒന്നും വരാതെ നോക്കും. ച ന സീതതി പറഞ്ഞില്ലേ, തേഷാം ബന്ധുവർഗം ച ന സീതതി, ബന്ധുവർഗത്തിനും ഒരു സഫറിങ്ങും ഉണ്ടാവില്ല. ഈ ആരുടെ നേരെ പ്രസാദിച്ച അവർക്ക് മാത്രമല്ല, അവരുടെ ബന്ധുജനങ്ങൾക്കും സഫറിങ് ഇല്ല, ദോഷങ്ങളും ക്ലേശങ്ങളും ബന്ധുജനങ്ങൾക്കും ഇല്ല. പിന്നെയോ തേ ഏവ ധന്യ, അവർ അങ്ങനെ പ്രസാദിക്കപ്പെട്ടവർ തന്നെയാണ് അനുഗ്രഹീതർ. എന്താ വെച്ചാൽ അവർക്കിത് മാത്രമല്ല കേട്ടോ, തേ ഏവ നിഭൃതാത്മജഭൃത്യധാരാഹ, അവർക്ക് ഈ ഭഗവതി ആരിൽ പ്രസാദിക്കുന്നുവോ അവർക്ക് ഈ പറഞ്ഞതിന് പുറമെ വിനയത്തോടു കൂടിയിട്ടുള്ള കുട്ടികൾ, ആത്മജന്മാർ, കുട്ടികൾ, ഭൃത്യന്മാർ, നല്ല ഭൃത്യന്മാരെ കിട്ടുന്നത് ഒരു ഭാഗ്യമല്ലേ. ഭൃത്യന്മാർ, ഭാര്യമാർ, ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്കുണ്ടാവും. അതായത് ദേവീപ്രസാദം കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അഭ്യുദയം, അതായത് മേൽക്ക് മേൽ നന്മ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ സജ്ജന സമ്മതി, അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ സജ്ജന സമ്മതി ഉണ്ടാവും. ധനത്തിന് ആവശ്യമുള്ള ധനം എല്ലാം നമുക്ക് ആവശ്യമുള്ളത് ദേവി. പിന്നെയോ നല്ല കീർത്തി ഉണ്ടാവും. ജനസമ്മതി ഉണ്ടെങ്കിൽ തന്നെ കീർത്തി ഉണ്ടാവും. പിന്നെയോ ബന്ധുജന സൗഖ്യം, നമ്മളത് പറയുമല്ലോ, ബന്ധുജനങ്ങൾക്കൊക്കെ നല്ലത്. പിന്നെയോ പുണ്യവാന്മാരും വിനീതന്മാരുമായിട്ടുള്ള പുത്രന്മാരും നല്ല സ്വഭാവമുള്ള ഭാര്യമാരും, പണ്ടൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. നല്ല പുത്രന്മാരും നല്ല എന്താ പറയുക, പുണ്യവാന്മാരും വിനീതന്മാരുമായിട്ടുള്ള പുത്രന്മാരും, നല്ല ഭാര്യമാരും, വളരെ കൂറുള്ള ഭൃത്യന്മാരും, വളരെ ലോയലായിട്ടുള്ള ഭൃത്യന്മാരും ഒക്കെ ഉണ്ടാവുന്നു. അതാണ് ഭഗവതി പ്രസാദിച്ചാൽ ഇഹ പരസുഖവും എന്താ പിന്നെ മോക്ഷവും കിട്ടുന്ന നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഇപ്പം ഇതാണ് ഇപ്പം ഇഹലോകത്തിലത്തെ സുഖങ്ങളാണ് അപ്പം ഇതിൽ പറഞ്ഞത് അല്ലേ. അതായത് ദേവീപ്രസാദം കൊണ്ട് അഭ്യുദയം, അതായത് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കണതും അഭിവൃദ്ധി പ്രാപിക്കുന്നതൊക്കെയാണല്ലോ, അഭ്യുദയദായിനിയാണ്. പിന്നെ ജനസമ്മതിയുണ്ട്, കീർത്തി അല്ലേ, ജീവിക്കാനുള്ള ധനം, ബന്ധുവർഗത്തിന് പോലും ക്ലേശവും ദോഷങ്ങളും ഇല്ല. അങ്ങനെ അനുഗ്രഹീതരാണ് ദേവിയുടെ പ്രസാദം കിട്ടിയവരെ. മാത്രമല്ല ഇതിനൊക്കെ പുറമെ നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങളും കൂടിയും പറയുന്നുണ്ട് ദേവന്മാർ. നല്ല വിനയത്തോടും സ്നേഹത്തോടും പിന്നെ എന്താ പറയുക പുണ്യത്തോടും കൂടിയ കുട്ടികൾ, ആത്മജന്മാരെ പറഞ്ഞൂലേ. പിന്നെയോ നല്ല ഭാര്യമാർ, സാത്വികമായിട്ട് ഉള്ള ഭാര്യമാർ, പിന്നെ വളരെ കൂറുള്ള, നമ്മളോട് സ്നേഹമുള്ള കൂറുള്ള വളരെ ലോയലായിട്ടുള്ള ഭൃത്യന്മാർ, ഇതൊക്കെ ദേവി പ്രസാദിച്ചാൽ ഉണ്ടാവും. ഇതൊക്കെ പ്രസാദിച്ചാലത്തെ ഫലങ്ങളാണ്. ഈ 8 സുഖങ്ങളും കൂടി അതാണ് കേട്ടോ. അപ്പോൾ ദേവി നമുക്ക് ഈ ഇഹത്തിലത്തെ സുഖങ്ങളൊക്കെ തരുന്ന പറയാണ്. പിന്നെ അവസാനം മോക്ഷവും കിട്ടും. അതാണ് ദേവി പ്രാർത്ഥിച്ചാലത്തെ ഗുണം എന്ന് പറയാണ് കേട്ടോ. ഇനി 15 വായിച്ച് നമുക്കൊന്ന് നിർത്താം. തേ സമ്മതാ ജനപദേഷു ധനാനി തേഷാം യശാംസി. കണ്ടോ, ജനപദേഷു സമ്മതം. പിന്നെയോ ധനം വേണ്ടത്ര,
തേഷാം യശാംസി യശസ് നച്ച സീതതി ബന്ധുവർഗ, ബന്ധുക്കൾ പോലും സഫർ ചെയ്യില്ല. ധന്യാസ്ത, അവർ തന്നെയാണ് ധന്യന്മാര്. ഏവ നിഭൃതാത്മജഭൃത്യധാര, ദേവിയുടെ കരുണാകടാക്ഷം കൊണ്ട് അവർക്ക് ലോകത്തിൽ മാന്യന്മാരാണ്. ധനധാന്യങ്ങൾ കിട്ടും, യശസ്സുണ്ട്, പിന്നെന്താണ് ധാരാളം നല്ല ഫ്രണ്ട്സ്, മിത്രബലം, വളരെ വിനയുള്ള ഭൃത്യപുത്ര കളത്രങ്ങൾ, ഇതെല്ലാം ലഭിച്ച് ധന്യരാവും എന്ന് പറഞ്ഞു അല്ലേ. നോക്കൂ, ധന്യാസ്ത ഏവ നിഭൃത ആത്മജഭൃത്യധാര യേഷാം സദാഭ്യുദയത, അങ്ങനത്തെ എല്ലാ അഭ്യുദയങ്ങളും നന്മകളും ഉണ്ടാവും. എപ്പോൾ? ഭവതി പ്രസന്ന, ദേവി പ്രസന്നയായാൽ, പ്രസാദിച്ചാൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.